ഹലോ ചങ്ങന്മാരെ, നിങ്ങളിൽ എത്ര പേര് നാടിബലം കഴിച്ചിട്ടുണ്ട്? കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടക്ക ചന്തയിലിട്ടാണ്. എല്ലാ ശനിയാഴ്ചയാണ് കോട്ടക്ക ചന്ത നടക്കാറ്. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, അവിടുത്തെ ഒരു വൈബ് ഒരു കച്ചവടമാണ് ഈ ഒരു നാടിബലത്തിൻ്റെ കച്ചവടം. നല്ല ആളുകളുണ്ട്. ഞാൻ ഏകദേശം ഒരു 12 മണിക്കാണ് അവിടെ എത്തിയത്, ഉച്ചയ്ക്ക്. ആ സമയത്ത് നല്ല ആളുകൾ, നല്ല തിരക്കാണ്, നല്ല കച്ചവടമാണ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നാടിബലത്തിന് നാടിക്ക് ബലം കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെ തെളിവാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. നാടിബലം എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഒട്ടുമിക്ക ആളുകളും, മലപ്പുറം ജില്ലയിലുള്ള ഒട്ടുമിക്ക ആളുകളും ഇത് കഴിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ പുറത്തുള്ള ജില്ലക്കാരുണ്ടെങ്കിൽ, ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം അതിൽ ചീരുള്ളിയൊക്കെ ഇട്ടിട്ട് ചിലവർക്ക് ചീരുള്ളി ഇട്ട സംഭവം ഇഷ്ടപ്പെടാതൊക്കെ വരും. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇത് കഴിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. അത് ഗൾഫിലൊക്കെ ഒരുപാട് കയറ്റി പോകുന്നത്. ഞാൻ ഗൾഫിലുള്ള സമയത്താണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. അങ്ങനെ ഇത് അവിടേക്ക് കൊണ്ടുവന്ന് ഞാൻ കഴിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വീണ്ടും കോട്ടക്ക പോയിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ട് അടിപൊളി സാധനമാണ്. പൊളി സാധനം. ചന്ത മുട്ടായി എന്നും പറയാം. നാടിബലം എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സ്വാദ് അനുഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് കഴിക്കണം കേട്ടോ. ഇത് എവിടെ വരുന്നതെന്ന് വെച്ചാൽ കോട്ടക്കൽ ടൗണിൽ, കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് കോട്ടക്കൽ ചന്ത നടക്കുക. അത് ആരോട് ചോദിച്ചാലും അത് എല്ലാവർക്കും അറിയാവുന്നതുമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും. എല്ലാ ശനിയാഴ്ചയാണ് ചന്ത നടക്കാറ് കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് വാങ്ങുക, ഇതിൻ്റെ രുചി ഒന്ന് ആസ്വദിക്കുക. തീർച്ചയായിട്ടും വാങ്ങുക, കഴിക്കുക, ആസ്വദിക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് അറിയിക്കുക കേട്ടോ. ഓക്കെ, ഇനി കഴിച്ചവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. ഓക്കെ, ബൈ.